IPL-ലെ 57 മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷമുള്ള പോയിന്റ് ടേബിൾ സ്റ്റാൻഡിംഗും ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ സാധ്യതകൾ എങ്ങനെയൊക്കെയായി എന്നും നോക്കാം. അവസാനത്തെ 4 സ്ഥാനക്കാരിൽ മുംബൈയും ലക്നൌവും ഓൾറെഡി പുറത്തായി. കൊൽക്കത്ത ഇന്നലെ തോറ്റതോടെ അവരുടെ സാധ്യതകൾ ഏകദേശം ഒരു 10% താഴെയിലേക്ക് പോയി എന്ന് പറയാം. കൊൽക്കത്തയ്ക്ക് ഇനി മാക്സിമം 15 പോയിന്റ് വരെയും ഡൽഹിക്ക് 14 വരെയും എത്താം. ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇവർ കയറൂ. അതിന് നിലവിലുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈദരാബാദ്, പഞ്ചാബ്, ചെന്നൈ, രാജസ്ഥാൻ ഈ ടീമുകളൊക്കെ ശേഷിക്കുന്ന മത്സരങ്ങൾ തുടർച്ചയായി തോറ്റാൽ മാത്രമേ ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ ഓപ്പൺ ആകൂ. 6, 5, 4 സ്ഥാനത്ത് രാജസ്ഥാൻ, ചെന്നൈ, പഞ്ചാബ് എന്നിവരാണ് നിൽക്കുന്നത്. പഞ്ചാബിന് ഇനി 19 പോയിന്റ് വരെയും ചെന്നൈക്കും രാജസ്ഥാനും മാക്സിമം 18 പോയിന്റ് വരെയും എത്താം. ഈ 3 പേരും തമ്മിൽ ക്രോസ് മത്സരങ്ങൾ വരുന്നില്ല. നിലവിൽ ഒരു 4th സ്പോട്ട് മാത്രമാണ് IPL-ൽ ഓപ്പണായി കിടക്കുന്നത്. അതല്ലെങ്കിൽ SRH വരുന്ന 2 കളിയും തോക്കണം. എങ്കിൽ മാത്രമേ ഒരു 3rd സ്പോട്ട് ഓപ്പൺ ആകൂ. പഞ്ചാബിനാണ് ഇവിടെ കാര്യങ്ങൾ എളുപ്പം. കാരണം 2 കളി ജയിച്ചാൽ തന്നെ അവർക്ക് 17 പോയിന്റിലേക്ക് എത്താം. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ചെന്നൈയും രാജസ്ഥാനും 3-ൽ 3 ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിൽ കയറൂ. അതുകൊണ്ട് ഈ 3 പേരുടെ വരുന്ന മത്സരങ്ങളിലെ റിസൾട്ട് മറ്റൊരു ടീമിന് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. അതല്ല, ഈ 3 പേരും ഇനി വരുന്ന 3 മാച്ചും വെച്ച് ജയിച്ചാലാവും പോയിന്റ് ടേബിൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കാരണം CSKക്ക് GTയും SRHുമായും കളി വരുന്നുണ്ട്. പഞ്ചാബിന് RCBയുമായും കളി വരുന്നുണ്ട്. CSK SRHനെ തോൽപ്പിച്ചാൽ SRHന്റെ ലാസ്റ്റ് ഗെയിം RCBയുമായിട്ടാണ്. അത് SRHനെ കംപ്ലീറ്റ് ആയും ഒരു മസ്റ്റ് വിൻ ആയിരിക്കും. 3-ാം സ്ഥാനത്ത് SRH ആണ് 14 പോയിന്റുമായി നിൽക്കുന്നത്. RCBയും CSKയുമായിട്ടാണ് ഇവരുടെ വരുന്ന 2 ഗെയിംസ്. അത് രണ്ടും ജയിക്കുക എന്നതായിരിക്കും SRHന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. ഒരെണ്ണം തോറ്റ് ഒരെണ്ണം ജയിക്കുകയാണെങ്കിലും അവിടെ പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ ടീമുകളുടെ റിസൾട്ട് എന്താണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഹൈദരാബാദിന്റെ ക്വാളിഫിക്കേഷൻ വരിക. സോ നിലവിൽ കംഫർട്ടബിൾ ആയ നിലയിലാണ് SRH എങ്കിലും ഒരു കളി തോറ്റാൽ അവരുടെ കാര്യങ്ങൾ ടൈറ്റ് ആകും. 2-1 സ്ഥാനത്ത് GT, RCB എന്നിവരാണ് നിൽക്കുന്നത്. GTക്ക് ഇനി KKRും CSKയും, RCBക്ക് ഇനി പഞ്ചാബും ഹൈദരാബാദുമായിട്ടാണ് കളി വരുന്നത്. അതിൽ 2 കളി ജയിച്ചാൽ ഒരു ടോപ്പ് 2 ഫിനിഷ് 100% ഉറപ്പാണ്. ഈവൻ ദോ ഇപ്പോൾ ഇവർക്ക് 16 പോയിന്റ് ഉണ്ടെങ്കിലും വരുന്ന 2 കളി തോറ്റാൽ ഇവരും പുറത്തേക്ക് പോകാം എന്ന സിനാരിയോ 100% ഓപ്പൺ ആണ്. അതുപോലെയാണ് പോയിന്റ് ടേബിൾ ഇപ്പോൾ നിൽക്കുന്നത്. ബട്ട് വരുന്ന ഒരു കളി ജയിച്ചാൽ ക്വാളിഫിക്കേഷൻ മാർക്ക് ഇവർക്ക് കിട്ടുകയും ചെയ്യും. നിലവിൽ ക്വാളിഫയർ 1 യോഗ്യത തന്നെയാണ് ഈ 2 പേരും നോട്ടമിടുക.